നിങ്ങൾ എത്ര പേര് ലേസാലേസ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സമരൻ ബദലായം കാണാത്തവരായിരിക്കില്ല നിങ്ങളെന്ന് എനിക്ക് ഉറപ്പാണ്. സമരൻ ബദലായമിൻ്റെ റീമേക്കാണ് ഈ ലേസാലേസ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് മലയാളത്തിൽ വന്നൊരു സിനിമ മറ്റ് ഭാഷയിൽ റീമേക്ക് ചെയ്യുമ്പോൾ അപ്പോഴും അത് നശിപ്പിച്ച് വെക്കാറാണ് പതിവ്. പക്ഷേ അത് കുറച്ച് വിപരീതമായിട്ട് അത്യാവശ്യം അടിപൊളിയായി ചെയ്ത് വെച്ചൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ലേസാലേസ. കാരണം മലയാള സമരൻ ബദലായം നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ഫീലും ഈ ലേസാലേസ കാണുമ്പോൾ കിട്ടുന്ന ഫീലും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. എൻ്റയർലി ഡിഫറൻ്റ് ആണ്. കാരണം ഈ സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിലും ഇതിലുള്ള കഥാപാത്രങ്ങളുടെ ഒരു നിർമ്മിതി മറ്റേ സ്റ്റോറിയിൽ നിന്ന് അതായത് നമ്മൾ സമരൻ ബദലയം എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് ഒരുപാട് ഡിഫറൻറ്റാണ്. ആ ക്യാരക്ടറൈസേഷനും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പല സീക്വൻസും നമുക്ക് ആ ഒരു സിനിമയിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് അല്ല ഇതിൽ വരിക. ഇതിൽ കുറച്ചും കൂടെ എന്താ പറയുക കൊമിക്കലായിട്ടാണ് ക്യാരക്ടേഴ്സിനൊക്കെ അവർ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ ഇതിലെ കാസ്റ്റിങ്ങിനെ പറ്റി പറയാതെ പറ്റില്ല. കാരണം മലയാളത്തിൽ നമ്മളുടെ സുരേഷ് ഏട്ടനും ജയറാമേട്ടനും ചെയ്ത കഥാപാത്രം തമിഴിൽ ചെയ്തിരിക്കുന്നത് വിവേകും അതേപോലെ തന്നെ ശ്യാം എന്ന് പറഞ്ഞ ആക്ടറാണ്. ഇവർ രണ്ടുപേരും ഏജ് വെച്ച് നോക്കുമ്പോൾ തന്നെ ആ കഥാപാത്രങ്ങൾക്ക് ഒന്നുകൂടി ആപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മളെ മലയാളത്തിൽ ചെയ്തൊരു മോശമാക്കിയെന്നല്ല കേട്ടോ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് നോക്കുമ്പോൾ ഈ രണ്ടുപേരും ഒന്നുകൂടെ ആപ്റ്റായി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയിൽ കലാഭവൻ ചേട്ടൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ശ്രീനിവാസൻ ചേട്ടനാണ്. അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് മലയാളി താരങ്ങൾ ഈ സിനിമയിൽ ഇന്നസെൻറ്റ്, കൊച്ചിൻ ഹനീഫ, അതുപോലെ അങ്ങനെ ഒരുപാട് പേര് നമുക്ക് പറഞ്ഞു തന്നെ കിട്ടാത്തത്രയും ക്യാരക്ടേഴ്സ് ഇതിൽ മലയാളികൾ വരുന്നുണ്ട്. അതേപോലെ നമ്മൾ പഴയ കുറേ മലയാള സിനിമകളിൽ അതായത് പ്രിയദർശനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരുപാട് പഴയ സിനിമകളിലെ കോമഡി സീക്വൻസ് അതേപോലെ ഈ സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നീറ്റായി തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയും ലാഗ് അടിക്കുക അല്ലെങ്കിൽ ബോറടിക്കുകയോ ചെയ്യില്ല. അത് മാത്രമല്ല സിനിമയുടെ മൊത്തം പേസിങ് നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു സ്ഥലം ഊട്ടിയാണ് ഇവർ സെലക്ട് ചെയ്തിരുന്നത്. നമ്മുടെ സിനിമയിൽ അതായത് സമരൻ ബദലഹേമിലുള്ളതുപോലെ തന്നെ ലൊക്കേഷൻസ് ആണെങ്കിലും ഒന്നുകൂടെ ആ ഒരു കാലഘട്ടം അതായത് ആ ഒരു സെറ്റപ്പിലേക്ക് നമ്മളെ ഇൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാരിഷ് ജയരാജാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കുറേ പാട്ടുകൾ, പ്രത്യേകിച്ച് ഏതോ ഏതോ, അതേപോലെ ലേസ ലേസ, അങ്ങനെ പാട്ടുകളൊക്കെ ഗംഭീര പാട്ടുകളുണ്ട് ഈ സിനിമ. അതുപോലെ ഉലകഴകി, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അങ്ങനെ പടം മൊത്തത്തിൽ നല്ല രസമായി പോകുന്നൊരു സിനിമയാണ്. എവിടെയും ബോറടിക്കില്ല, അത്യാവശ്യം നീറ്റായി പോകുന്നൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ മലയാളത്തിൽ അതായത് സമരൻ ബദലഹേമിലാണെങ്കിലും മറ്റ് പ്രിയദർശൻ സിനിമകളിലാണെങ്കിലും കാണാത്ത കുറച്ച് ഐറ്റംസ് ഇതിലുണ്ട്. പ്രത്യേകിച്ച് ഒരു പാട്ട് മത്സരമുണ്ട് ഈ സിനിമയിൽ, അത് വേറെ ലെവലിൽ വർക്കായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയുടെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ക്യാരക്ടർ അത്യാവശ്യം അടിപൊളിയായി ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാരക്ടർ മലയാളത്തിൽ അദ്ദേഹം ചെയ്യുന്ന ഐറ്റംസ് തന്നെ, പക്ഷേ ഒന്നുകൂടെ ബെറ്ററായി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ തമിഴ് വെർഷനിൽ നമ്മൾ മാധവൻ എന്ന് പറഞ്ഞ നടനാണ് മോഹൻലാലിൻ്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ആ ക്യാരക്ടറിന് ഒരു ഫ്ലാഷ് ബാക്ക് ലാലേട്ടൻ ഡയലോഗ്സിൽ പറയുന്നത് ഇവർ വിഷ്വലായി തന്നെ ചെയ്തിട്ടുണ്ട്. അത് വേറെ ലെവലിൽ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സംഭവങ്ങളൊക്കെ. മൊത്തത്തിൽ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. ഓക്കെ.